CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികളെ അകാരണമായി തല്ലിച്ചതച്ചു. തൃക്കടീരി PTM സ്കൂളിലേക്ക് SFI മാർച്ച് നടത്തി. ആരോപണ വിധേയരായ അധ്യാപകരെ അന്വേഷണ വിധേയമായി മാറ്റി നിർത്താമെന്ന ഉറപ്പിലാണ് പ്രധാന അധ്യാപികയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന പ്രവർത്തകർ സമരം അവസാനിപ്പിച്ചത്. പെരിന്തൽമണ്ണ പരിസരത്തെ വീണ്ടും ഭീതിയിലാഴ്ത്തി അജ്ഞാത ജീവിയുടെ ആക്രമണം. അമ്മിനിക്കാട് കോളഞ്ചേരി റിനോജിന്റെ കന്നുകാലിയെയാണ് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ചെർപ്പുളശ്ശേരിയിൽ പട്ടാപ്പകൽ സ്ത്രീകളുടെ മാല പൊട്ടിക്കാൻ ശ്രമം. ഗ്രാൻഡ് തിയേറ്ററിനു സമീപത്തെ റോഡിലും തെക്കുമുറിയിലുമാണ് സ്കൂട്ടിയിലെത്തിയ ആൾ മാല പിടിച്ചു പറിക്കാൻ ശ്രമിച്ചത്. പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കല്ലടിക്കോട് ഫർണിച്ചർ ഷോപ്പിൽ വൻ തീപിടുത്തം. മാപ്പിള സ്കൂൾ ജംഗ്ഷനിലെ റിഡ്സി ഫർണിച്ചർ ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത്. ദേശീയപാതയിലെ ഗതാഗതം സ്തംഭിച്ചു. ആളപായമില്ല. ചെർപ്പുളശ്ശേരിയിൽ പട്ടാപ്പകൽ സ്ത്രീകളുടെ മാല പൊട്ടിക്കാൻ ശ്രമം. ഗ്രാൻഡ് തിയേറ്ററിനു സമീപത്തെ റോഡിലും തെക്കുമുറിയിലുമാണ് സ്കൂട്ടിയിലെത്തിയ ആൾ മാല പിടിച്ചു പറിക്കാൻ ശ്രമിച്ചത്. പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഗ്രാൻഡ് തിയേറ്ററിനു സമീപത്തെ റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന ബേബിയുടെ മാലയാണ് സ്കൂട്ടിയിലെത്തിയ ആൾ പറിച്ചെടുക്കാൻ ശ്രമിച്ചത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരാഴ്ച മുൻപും ഇതേ വ്യക്തി ഇതേ വാഹനത്തിലെത്തി മോഷ്ടിക്കാൻ ശ്രമം നടത്തിയതായി ഇവർ പറയുന്നു. മുഖം മറച്ചായിരുന്നു മോഷണ ശ്രമമെന്നും ബേബി പറഞ്ഞു. രണ്ടും ഒരാളെന്ന് പറയാൻ വണ്ടി ഒന്നാണ്, ആളും ഒന്നാണ്. അന്ന് അവൻ ഇതേമാതിരി ടീഷർട്ട് ഇട്ടായിരുന്നു, ഇപ്രാവശ്യം ടീഷർട്ട് ഇട്ടായിരുന്നു. മുഖം കാണുന്നില്ല, പക്ഷെ രണ്ടും ഒരാളാണ്. അത് ഈ സ്കൂട്ടി ഞാൻ ശ്രദ്ധിച്ചില്ലേ, ഇതിപ്പോ നമ്മള് ധാരണ ഇല്ലാത്തതല്ലേ. അപ്പൊ ആ ആളെന്നെയാണ് ഇത്, വേറെ ആളല്ല. അന്ന് വന്ന പേഴ്സ് വലിച്ച ആളെന്നെയാണ് ഇന്നലെ ഇതേമാതിരി കാട്ടി. അവൻ പേഴ്സ് ആവില്ല ലക്ഷ്യമിട്ടുണ്ടാവുക, ചെയിനായിരിക്കും. അപ്പോൾ ചിലപ്പോൾ സാരി വഴുതിയിട്ട് പേഴ്സുമ്പിലാവും പിടുത്തി കണ്ടിട്ടുണ്ടാവുക. അങ്ങനെയാവും എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ. അപ്പം നമുക്ക് നടക്കണ്ടേ, എന്തിനു വേണമെങ്കിലും ഞങ്ങൾക്ക് ഈ റോട്ടിൽ കൂടെ, ഈ വഴിയിൽ കൂടെ പോണ റോട്ടിലേക്ക്. ഇതിപ്പോൾ ഇങ്ങനെ തുടങ്ങിയപ്പോൾ മനുഷ്യന് ഞാനും നിൽക്കണ്ട, ആരാണെങ്കിലും. തെക്കുമുറിയിലും സമാന സംഭവമുണ്ടായി. ഞായറാഴ്ച കുടുംബശ്രീ യോഗം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പടിഞ്ഞാറേതിൽ വനജയുടെ മാലയാണ് അജ്ഞാതൻ പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചത്. മറ്റു പലർക്കും ഇതേ അനുഭവം ഉണ്ടായതായി വനജ പറഞ്ഞു. ഞങ്ങൾ 3-4 പേരുണ്ടായിരുന്നു. 2 പേര് പിന്നിലായിരുന്നു. ഞാൻ പിന്നിലായിരുന്നു. കുറച്ച് മുന്നിലേക്ക് നടന്നു വന്നപ്പോഴാണ് വണ്ടി എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് മാല പൊട്ടിക്കാൻ വേണ്ടി നൈറ്റിൻ്റെ ഉള്ളിൽ കൈയിട്ട് പിടിക്കും പോലെ പിടിച്ചു. പക്ഷേ ഇപ്പോൾ പൊട്ടിയില്ല. അതാണ് ഉണ്ടായത്. സ്കൂട്ടിയുമായിരുന്നു വന്നിരുന്നത്. മഞ്ഞ ബനിയനിട്ടൊരു ചെക്കനായിരുന്നു. ഞാൻ കൈ തട്ടി മാറ്റി, ഞങ്ങളുടെ കൈ പരസ്പരം അടി കൊണ്ട പോലെ ഇതായി. ഞാൻ തെക്കുമുറി എൻ്റെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ആ ഫംഗ്ഷൻ്റെ മുന്നിലായിരുന്നു, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സമയം ഒരു 2:30 മണി സമയം, ഉച്ചയ്ക്ക് 2:30. ഞാൻ കുടുംബശ്രീക്ക് പോയിട്ട് വരുന്ന സമയമായിരുന്നു. നാട്ടുകാരുടെ ആശങ്കയകറ്റാൻ പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCN ചെർപ്പുളശ്ശേരി. വിദ്യാർത്ഥികളെ അകാരണമായി തല്ലിച്ചതച്ചു. തൃക്കടീരി PTM സ്കൂളിലേക്ക് SFI മാർച്ച് നടത്തി. ആരോപണ വിധേയരായ അധ്യാപകരെ അന്വേഷണ വിധേയമായി മാറ്റി നിർത്താമെന്ന ഉറപ്പിലാണ് പ്രധാന അധ്യാപികയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന പ്രവർത്തകർ സമരം അവസാനിപ്പിച്ചത്. എന്താ കാരണം പറയുന്നത്? വിദ്യാർത്ഥികളെ അതിക്രൂരമായി ഇവിടെ നിന്ന് കൊടകിൽ പോയി പഠനയാത്ര കൊണ്ടുപോയി അവിടെ റൂമിനകത്ത് വിളിച്ചു കയറ്റി അവിടെ കിട്ടിയ ഒരു ആയുധമെടുത്ത് പൊതിരെ തല്ലാൻ ഈ ക്യാമ്പസിനകത്തെ വിദ്യാലയത്തിലെ അധ്യാപകർ കണ്ടെത്തിയ കാരണം വിദ്യാർത്ഥികളും ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞു സംസാരിച്ചു എന്നതാണെങ്കിൽ താലിബാനിസത്തിന്റെ രാഷ്ട്രീയം കൊണ്ടാണ് PTM സ്കൂളിന്റെ ഉള്ളിലേക്ക് കയറാൻ തീരുമാനിക്കുന്നതെങ്കിൽ അവസാനിപ്പിക്കും. അത് എന്ന ധാരണ വേണം.
ആ ധാരണ വേണം ഇവിടുത്തെ പ്രിൻസിപ്പലിനോടാണ്. ഇന്ന് ഈ മാർച്ച് നടത്തിയ വിദ്യാർത്ഥി സംഘടനയുടെ പേര് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ SFI എന്നാണ്. തൃക്കടേരി PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിനോദയാത്ര പോകുന്നതിനിടെ വിദ്യാർത്ഥികളെ അകാരണമായി ചില അധ്യാപകർ മർദ്ദിച്ചതായാണ് പരാതി. ഇതിൽ പ്രതിഷേധിച്ചാണ് SFI സ്കൂളിലേക്ക് മാർച്ച് നടത്തിയത്. വിദ്യാർത്ഥികളോട് ഇത്തരത്തിൽ പെരുമാറുന്ന അധ്യാപകരെ മാറ്റി നിർത്തണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. 9-8-4 കഴിഞ്ഞാലും വീട്ടിലേക്ക് നെല്ലായിലും നാരായണമംഗലത്തുമൊക്കെ താമസിക്കുന്ന അധ്യാപകരെ, യൂത്ത് ലീഗിന്റെ നേതാക്കളെ, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ലീഗിന് വേണ്ടി മത്സരിക്കുകയൊക്കെ ചെയ്ത തലയിൽ ഏതെങ്കിലും നിലക്ക് മതാന്തത നിറഞ്ഞ രാഷ്ട്രീയം പേറുന്ന വലതുപക്ഷത്തിന്റെ ജീർണിച്ച അധ്യാപക വർഗത്തിൽപ്പെട്ടവരെ 9-8-4 കഴിഞ്ഞാൽ നാടിനകത്തെ SFI DYFI അങ്ങ് മറക്കും. നിങ്ങൾ യൂത്ത് ലീഗിന്റെ നേതാക്കൾ മാത്രമാകും. അങ്ങനെയായാൽ ഞങ്ങൾ നിങ്ങളെ തെരുവിൽ കാണും. ആ തെരുവിൽ കാണുന്ന സ്ഥിതി ഉണ്ടായാൽ നന്നാകില്ല. ഇത് ഞങ്ങൾ എല്ലാ നിലക്കും എല്ലാ ഉത്തരവാദിത്വത്തോടും കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലിനോടാണ്, സ്കൂളിന്റെ HMനോടാണ്. നിങ്ങൾ ആ വാക്കിനോട് നീതി പുലർത്തണം. നിങ്ങൾ ഈ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് ആണോ എന്നത് ആ വാക്കിനോട് നിങ്ങൾ നീതി പുലർത്തണം. നിങ്ങൾ നിങ്ങളുടെ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചവരെ, സ്വന്തം മക്കളെ, സ്വന്തം വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച ക്രൂരനായ ഗുണ്ടായുസത്തെ നിങ്ങൾ ഈ സ്കൂളിനകത്ത് വെച്ചു പൊറിപ്പിക്കരുത്. ആ അധ്യാപകരെ മാറ്റി നിർത്തി നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷക്ക് അവർക്ക് വിധേയമാക്കാൻ അവരെ നിയമത്തിന് വിട്ടുകൊടുക്കണം. അങ്ങനെയാണ് ഏറ്റവും മാതൃകാപരമായി സ്കൂളിന്റെ പേരിനെ, പ്രൗഢിയെ നിങ്ങൾ നിലനിർത്തേണ്ടത്. മാർച്ചിന് ശേഷം പ്രധാനാധ്യാപികയുമായി സമരക്കാർ ചർച്ച നടത്തി. ആരോപണ വിധേയരായ അധ്യാപകരെ അന്വേഷണ വിധേയമായി മാറ്റി നിർത്താമെന്ന ഉറപ്പിലാണ് പ്രധാനാധ്യാപികയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന പ്രവർത്തകർ സമരം അവസാനിപ്പിച്ചത്. നാളെ മുതൽ അവർ വിദ്യാർത്ഥികളെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി ഈ ക്ലാസ് റൂമുകളിലേക്ക് പ്രവേശിക്കില്ല എന്നതുൾപ്പെടെയുള്ള ഉറപ്പ് പ്രധാനാധ്യാപിക നമുക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഐതിഹാസികമായി നാം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങൾക്ക്, പ്രക്ഷോഭങ്ങൾക്ക്, സമരങ്ങൾക്ക് റിസൾട്ട് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സമരം താൽക്കാലികമായി SFI അവസാനിപ്പിക്കുകയാണ്. DYFI ബ്ലോക്ക് സെക്രട്ടറി PK സുജിത്, SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാദുലി, മറ്റു ഭാരവാഹികളായ അജ്ബൽ അബ്ബാസ്, ഉമേഷ്, ധനേഷ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. എന്തോ ആയിക്കോട്ടെ, മാറ്റർ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ അടിക്കാൻ അധികാരമില്ല. ഞങ്ങൾ അതിന്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് ഈ സമരമുഖത്തേക്ക് വന്നിട്ടുള്ളത്. അവരുടെ രക്ഷിതാക്കളുടെ ഉൾപ്പെടെ പിന്തുണ ഞങ്ങൾക്കുണ്ട്. ആ പിന്തുണയുടെ ഭാഗമായിട്ടാണ് SFI സമരം സംഘടിപ്പിച്ചത്. എന്താ സംശയമുള്ളത്? ഈ ഭീഷണിയുടെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രവണത രക്ഷിതാക്കളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. നിലവിൽ ഇതിനെതിരെ നടപടി വരും. ആ നടപടി വരുന്ന ഘട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും ഇത് സുതാര്യമായി ബോധ്യപ്പെടും. ആ ബോധ്യപ്പെടുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന വാദങ്ങളെല്ലാം തന്നെ തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. CCN ചെറുപ്പുളശ്ശേരി. കല്ലടിക്കോട് ഫർണിച്ചർ ഷോപ്പിൽ വൻ തീപിടുത്തം. മാപ്പിള സ്കൂൾ ജംഗ്ഷനിലെ റിഡ്സി ഫർണിച്ചർ ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത്. ദേശീയപാതയിലെ ഗതാഗതം സ്തംഭിച്ചു. ആളപായമില്ല. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്ന റിഡ്സി ഫർണിച്ചർ ഷോപ്പിലാണ് അഗ്നിബാധയുണ്ടായത്. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30ഓടെയായിരുന്നു സംഭവം.
അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചത്. ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു. തീപിടുത്തത്തിൽ 2 കോടി രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. ഫർണിച്ചർ ഷോപ്പിനു പുറമെ ഒരു മൊബൈൽ കടയും ഗൂഡ്സും ബൈക്കുകളും അഗ്നിക്കിരയായി. കോങ്ങാട് MLA കെ ശാന്തകുമാരി സ്ഥലം സന്ദർശിച്ചു. CCN മണ്ണാർക്കാട്. കേരളോത്സവ ചരിത്രത്തിൽ ആദ്യമായി ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചുകൊണ്ട് പുതുചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് പെരിന്തൽമണ്ണ നഗരസഭ. ഫുട്ബോൾ മത്സര ടീമുകളെ പരിചയപ്പെട്ടുകൊണ്ട് നഗരസഭാ ചെയർമാൻ പി ഷാജി കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുന്നു. അദ്ദേഹത്തെ അനുഗമിക്കുന്നത് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ CH റിയാസ്, സംഘാടക സമിതി എക്സിക്യൂട്ടീവ് അംഗം ഷാഹുൽ ഹമീദ്, ഇന്റർസോൺ കബഡി ബാസ്കറ്റ്ബോൾ താരം ഫാത്തിമ സസാദ് ഷാഹുൽ. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൻസൂർ നെച്ചിയിൽ, നഗരസഭാ കൗൺസിലർമാരായ സുനിൽകുമാർ, നിഷ സുബേർ, അജിത, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ CH റിയാസ്, സംഘാടക സമിതി എക്സിക്യൂട്ടീവ് അംഗം ഷാഹുൽ ഹമീദ്, ഇൻട്രസ്റ്റ് കബഡി ബാസ്കറ്റ്ബോൾ താരം ഫാത്തിമ ഷാഹുൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയുടെ ഈ വർഷത്തെ കേരളോത്സവം വളരെ വിപുലമായ പരിപാടികളോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിസംബർ 3 മുതൽ 15 വരെയാണ് നമ്മൾ കേരളോത്സവം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിലെ ഫുട്ബോൾ മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഫുട്ബോൾ മത്സരങ്ങൾ വളരെ ഗംഭീരമായി നടക്കണം. ഏകദേശം 30-ലധികം ടീമുകൾ പങ്കെടുക്കുന്ന വലിയ ടൂർണമെന്റായിട്ടാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ വർഷത്തെ കേരളോത്സവത്തിന് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഏറെ പ്രത്യേകതയുണ്ട്. നമ്മൾ ഫ്ലഡ് ലൈറ്റിലാണ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ കേരളോത്സവം ഫുട്ബോൾ മത്സരങ്ങളൊക്കെ ഫ്ലഡ് ലൈറ്റിൽ നടത്തുന്ന മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ഏതായിരുന്നാലും പെരിന്തൽമണ്ണ അത് വളരെ വിപുലമായി വളരെ ആഘോഷമായി നടത്തുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഫ്ലഡ് ലൈറ്റിൽ നടക്കുന്നത്. ഇത് കാണികൾക്കും കളിക്കാർക്കും പുതിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായും കേരളോത്സവങ്ങൾ നമ്മുടെ നാടിന്റെ ഉത്സവമായിട്ട് നടത്തണമെന്ന നഗരസഭയുടെ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നത്. ഇനി വരാൻ പോകുന്ന കലാ കായിക മത്സരങ്ങൾ ഇതേപോലെ തന്നെ ജനപങ്കാളിത്തത്തോടുകൂടി നടത്താനാണ് നമ്മൾ തീരുമാനിച്ചത്. 13 ഗെയിംസ് ഇനങ്ങളിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ 4 വിഭാഗങ്ങളിലായി 52 വ്യക്തിഗത കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് കേരളോത്സവം നടക്കുന്നത്. 13, 14, 15 തീയതികളിൽ കലാമത്സരങ്ങൾ നടക്കും. കേരളോത്സവത്തിന്റെ സംഘാടക മികവ് കൊണ്ട് പുതുചരിത്രം സൃഷ്ടിക്കാനൊരുങ്ങുകയാണ് പെരിന്തൽമണ്ണ നഗരസഭ. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ പരിസരത്തെ വീണ്ടും ഭീതിയിലാഴ്ത്തി അജ്ഞാത ജീവിയുടെ ആക്രമണം. അമ്മിനിക്കാട് കോളഞ്ചേരി റിനോജിന്റെ കന്നുകാലിയെയാണ് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ആക്രമണത്തിന്റെ രീതി അനുസരിച്ച് പുലിയുടേതാകാം എന്ന് സംശയിക്കുന്നതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഈ അടുത്തായി പരിസര പ്രദേശമായ മണ്ണാർമല ദേശത്തും പുലിയെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ജീവിയെ കണ്ടതായി നാട്ടുകാർ അറിയിച്ചിരുന്നു. ഞാനൊരു 2 ദിവസം മുമ്പ് ചന്തയിൽ നിന്ന് 2 പോത്തുകളെ കൊണ്ടുവന്നിരുന്നു. അതിൽ ഇന്നലെ രാത്രി കൊണ്ടുപോയി 7 മണിക്ക് കൊണ്ടുപോയി തോട്ടത്തിൽ ഞാൻ ടാപ്പ് ചെയ്യുന്ന റാട്ടയുടെ മുറ്റത്ത് കെട്ടിയിരുന്നു. അതിൽ കെട്ടിയിട്ടതിനെ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതിനെ പുലി വന്ന് ആക്രമിച്ചിട്ട് കടിച്ചു മുറിച്ച് തിന്നിട്ടിട്ടുണ്ട്. മറ്റത് കയർ പൊട്ടിച്ച് രക്ഷപ്പെട്ട് വീട്ടിലും വന്നിട്ടുണ്ട്. വനംവകുപ്പ് ജീവനക്കാർ മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റിലെ കേരള വനംവകുപ്പ് സർപ്പ റെസ്ക്യൂവർമാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കൂടുതൽ സ്ഥിരീകരണം വരുന്നതുവരെ പരിസരവാസികളോട് ജാഗ്രതരായിരിക്കുവാൻ ട്രോമ കെയർ പ്രവർത്തകർ അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് നെല്ലായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനം നടത്തി. പേങ്ങാട്ടിരി KSEB ഓഫീസിന് മുന്നിൽ മൂസ പേങ്ങാട്ടിരി ഉദ്ഘാടനം ചെയ്തു. KMK ബാബു, ബിജു, വാസു, ഉമ്മർ, മൻസൂർ, ഇംബാനു, ഹനീഫ, രാജേഷ്, ഹംസ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. CCN ചെർപ്പുളശ്ശേരി. സാംസ്കാരിക പരിപാടികളിൽ യുവാക്കളുടെ സാന്നിധ്യം കുറയുന്നതായി എഴുത്തുകാരൻ KC നാരായണൻ. കടമ്പഴിപ്പുറം സാംസ്കാരിക വേദിയുടെ 3ാം വാർഷിക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെല്ല്
നെല്ലുണ്ടാവുന്നത്. റൈസ് സ്റ്റഡി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതാണ് നഗരത്തിലെ ഒരു കുട്ടിയുടെ ഒരു ബോധം. ഇതെങ്ങനെ പറഞ്ഞു കൊടുക്കാം? അപ്പൊ ഇതിനോടനുബന്ധിച്ച് ഞാൻ വേറൊരു അത്ഭുതകരമോ വ്യസനകരമായ കാര്യം പറയും. റീനരാധ രചിച്ച നഗരപശു എന്ന കവിതാ സമാഹാരം കവി പി രാമചന്ദ്രൻ കവിയും എഴുത്തുകാരിയുമായ ഡോക്ടർ സുഷമ ബിന്ദുവിന് നൽകി പ്രകാശനം ചെയ്തു. കടമ്പഴിപ്പുറം സാംസ്കാരിക വേദി പ്രസിഡന്റ് പള്ളിക്കരക്കളം ബാലൻ അധ്യക്ഷനായി. ജി ദിലീപ് കുമാർ, പി ഹേമചന്ദ്രൻ, വൈജയന്തിമാല, നിമിഷ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. റീനരാധ മറുപടി പ്രസംഗം നടത്തി. അത്തിപ്പറ്റ രവി, പ്രകാശ് നാരായണൻ എന്നിവർ കവിതാലാപനം നടത്തി. സി നാരായണൻ സ്വാഗതവും NK സതീഷ് നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. കടമ്പഴിപ്പുറം ഖാദി കേന്ദ്രം സന്ദർശിക്കാൻ അമേരിക്കൻ വിദ്യാർത്ഥിനി നതാലി കാലഹൻ എത്തി. ഹൃദ്യമായ സ്വീകരണമാണ് ഇവർക്ക് ഖാദി കേന്ദ്രം നൽകിയത്. USA പിറ്റ്സ്ബർഗിലെ ചാത്തം യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഫുൾബ്രൈറ്റ് ഫെലോ നതാലി കാലഹനാണ് ഖാദി കേന്ദ്രം സന്ദർശിച്ചത്. നിലവിൽ വാരണാസിയിലെ ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ വിഷ്വൽ ആർട്സ് ഫാക്കൽറ്റിയിലെ പെയിന്റിംഗ് വിഭാഗം പ്രൊഫസർ സുരേഷ് കെ നായരുടെ മാർഗനിർദ്ദേശത്തിൽ നതാലി ഗവേഷണം നടത്തുന്നുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് നെഹ്റു ഫുൾബ്രൈറ്റ് നെഹ്റു സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കേരളത്തിലെ നതാലി കല്ലാഹൻ പിറ്റ്സ്ബർഗിൽ നിന്ന് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു ഒരു 9 മാസത്തേക്ക് മുമ്പ്. അപ്പോൾ കേരളത്തിലെ കടമ്പഴിപ്പുറത്ത് ഖാദി വിദ്യാലയ നല്ലൊരു ഫേമസ് ആയിട്ടുള്ളൊരു ഇതാണ് അറിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ ആൾക്കാരെ ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അവർ വളരെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഒരു കുറേയധികം ഫോട്ടോഗ്രാഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിലെ ഖാദിക്ക് ഒരു നല്ലൊരു പ്രൊമോഷൻ പോലെ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. നതാലി കല്ലാഹൻ, പ്ലീസ് സേ സംതിങ് ടു Yeah, my name is Natalie. I'm here in India on a Fulbright Nehru Scholarship, basically just studying the weaving process of Varanasi. But I definitely think it's important to contextualize that process by learning about the processes in other states, which is why I'm here to learn about the Khadi process. പാലക്കാട് സർവോദയ സംഘം ജില്ലാ പ്രസിഡന്റ് T ജയകൃഷ്ണൻ, N ജയഭാരതി, K ബേബി തുടങ്ങിയവരും പരിസ്ഥിതി പ്രവർത്തകൻ രാജേഷ് അടയ്ക്കാപുത്തൂർ, KT ജയദേവൻ, സനിൽ കളരിക്കൽ എന്നിവർ ചേർന്ന് നതാലിയെ സ്വീകരിച്ചു. ഖാദി കേന്ദ്രത്തിന്റെ സമ്മാനമായി ഇവിടെ നെയ്തെടുത്ത സാരി സമ്മാനിച്ചു. CCN കടമ്പഴിപ്പുറം. തട്ടാൻ സർവീസ് സൊസൈറ്റി മണ്ണാർക്കാട് യൂണിറ്റ് 10ാം വാർഷികം ആഘോഷിച്ചു. രാവിലെ സംസ്ഥാന നേതാക്കളടക്കമുള്ളവരുടെ പങ്കാളിത്തത്തോടെ ഘോഷയാത്രയും നടന്നു. കോടതിപ്പടിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര വിജയജ്യോതി ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കുടുംബസംഗമവും കലാപരിപാടികളും നടന്നു. MLA ഷംസുദ്ദീൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആഭരണ നിർമ്മാണ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിച്ചതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നിരവധി ക്രിസ്ത്യൻ സഭകളുടെ സംഘടനകളുണ്ട്. അവരൊക്കെ ഒരുപാട് കോളേജുകളും ആശുപത്രികളൊക്കെ സ്ഥാപിച്ചു. അതിലൊക്കെ പുറമെ ഈ സമൂഹത്തിൽ നന്നാകാൻ കിട്ടുന്നത് മണ്ണാർക്കാട് MBS കോളേജിൽ മുസ്ലിം കുട്ടികൾ മാത്രമല്ല പഠിക്കുന്നത്, എല്ലാ കുട്ടികൾക്കും പഠിക്കണം. 80% സീറ്റ് ഗവൺമെന്റ് സീറ്റ്. SN കോളേജുകളിൽ ഈഴവ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ മാത്രമല്ല പഠിക്കുന്നത്, NSS കോളേജിൽ അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ഓരോ പ്രദേശത്തും വിദ്യാഭ്യാസപരമായും ആരോഗ്യ രംഗത്തും വലിയ മാറ്റങ്ങളില്ല എന്നതുപോലെ വിശ്വകർമ്മത്തിനിടയിലും. കേരളത്തിൽ ഒട്ടേറെ സംഘടനകൾ ഉണ്ടെങ്കിലും മതമൈത്രിയുടെ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിൽ പങ്കെടുത്ത MLAക്ക് സംഘടനാ നേതാക്കൾ ഉപഹാരവും സമർപ്പിച്ചു.
TSS മണ്ണാർക്കാട് യൂണിറ്റ് പ്രസിഡന്റ് AP സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. TSS സംസ്ഥാന പ്രസിഡന്റ് P നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി K വേണുഗോപാൽ, വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ, രക്ഷാധികാരി PP രാജഗോപാലൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി P അശോകൻ, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി NR അഭിലാഷ്, ജില്ലാ പ്രസിഡന്റ് ദിവാകരൻ, സംസ്ഥാന സെക്രട്ടറി AK രാധാകൃഷ്ണൻ, പാലക്കാട് ജില്ലാ സെക്രട്ടറി K ഷാജു, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി C മുരളി, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. സമസ്ത സമവായ ചർച്ചയിൽ നിലപാട് കടുപ്പിച്ച് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. നേതൃത്വം വിളിച്ച സമവായ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതും അച്ചടക്ക ലംഘനമാണെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മലപ്പുറത്ത് പറഞ്ഞു. സാഹിബ്, ജിഫ്രി തങ്ങൾ, MT ഉസ്താദ് ഒരു കൂടി വിളിച്ചു ചേർത്ത മീറ്റിംഗാണ്. ഇപ്പോഴുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ ഒരു അന്തിമ തീരുമാനം വരണം. ആ നിലക്ക് ഇന്ന് മലപ്പുറത്തേക്ക് ബന്ധപ്പെട്ട കക്ഷികളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ സമയത്ത് നടക്കും, സമയമായ ചർച്ച നടക്കും. അതിലൊരു വിഭാഗം വരില്ല, പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഉള്ള വിവരം ഞങ്ങൾക്കില്ല. മീഡിയയിലൊക്കെ കണ്ടു എന്നല്ലാതെ, പക്ഷെ മീറ്റിംഗ് നടക്കും. CCN മലപ്പുറം. ദാറുൽ ഹുദ ഇസ്ലാമിക സർവകലാശാല സിഫാഖ് ദേശീയ കലോത്സവത്തിന്റെ പ്രാഥമിക മത്സരങ്ങൾ പട്ടാമ്പി നൂറുൽ ഹിദായ അക്കാദമിയിൽ സമാപിച്ചു. പരിപാടിയുടെ സമാപന സംഗമം മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ദാറുൽ ഹുദയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ സർഗാത്മകമായ കഴിവുകൾ പ്രകടിപ്പിക്കാനും അവർക്ക് മികച്ച വേദി ഒരുക്കുക എന്ന ഏറ്റവും വലിയ ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു പരിപാടിയാണ്. ഒരുപാട് ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള വ്യക്തിത്വങ്ങളെ വളരെ ചെറുപ്പത്തിലെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ കഴിവുകൾ അതാത് മേഖലകളിൽ കണ്ടെത്തി അവർക്ക് പരിശീലനം നൽകാനുള്ള ഏറ്റവും മികച്ചൊരു വേദി കൂടിയാണ് സിഫാഖ്. അതിന്റെ ഭാഗമായി ഇവിടെ മത്സരിച്ച കുട്ടികൾ, ആ കുട്ടികളെ കുറിച്ച് ഞാൻ ഇവിടെ ചോദിച്ചു. അപ്പോ ഞാൻ അറിയാൻ കഴിഞ്ഞത് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട മികച്ച മത്സരങ്ങളാണ് ഓരോ വേദികളിലും നടന്നിട്ടുള്ളത്. ഉമർ ഹാജി കാരക്കാട് അധ്യക്ഷനായി. ഇസ്ലാമിക കലകൾ, ബഹുഭാഷ കഴിവുകൾ, ടെക്നോളജി, ആർട്ട്, സാഹിത്യം, ലോജിക്കൽ റീസണിംഗ് തുടങ്ങി വിവിധ മേഖലകളിലായി നടന്ന സിഫാഖ് പ്രാഥമിക മത്സരങ്ങളിൽ വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. പ്രാഥമിക മത്സരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ ഡിസംബർ 31 മുതൽ 2025 ജനുവരി 6 വരെ ദാറുൽ ഹുദ ക്യാമ്പസിൽ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെയിൽ മത്സരിക്കും. CCN പട്ടാമ്പി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാർത്ഥികളെ അകാരണമായി തല്ലിച്ചതച്ചു. തൃക്കടീരി PTM സ്കൂളിലേക്ക് SFI മാർച്ച് നടത്തി. ആരോപണ വിധേയരായ അധ്യാപകരെ അന്വേഷണ വിധേയമായി മാറ്റി നിർത്താമെന്ന ഉറപ്പിലാണ് പ്രധാന അധ്യാപികയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന പ്രവർത്തകർ സമരം അവസാനിപ്പിച്ചത്. പെരിന്തൽമണ്ണ പരിസരത്തെ വീണ്ടും ഭീതിയിലാഴ്ത്തി അജ്ഞാത ജീവിയുടെ ആക്രമണം. അമ്മിനിക്കാട് കോളഞ്ചേരി റിനോജിന്റെ കന്നുകാലിയെയാണ് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ചെർപ്പുളശ്ശേരിയിൽ പട്ടാപ്പകൽ സ്ത്രീകളുടെ മാല പൊട്ടിക്കാൻ ശ്രമം. ഗ്രാൻഡ് തിയേറ്ററിനു സമീപത്തെ റോഡിലും തെക്കുമുറിയിലുമാണ് സ്കൂട്ടിയിലെത്തിയ ആൾ മാല പിടിച്ചു പറിക്കാൻ ശ്രമിച്ചത്. പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കല്ലടിക്കോട് ഫർണിച്ചർ ഷോപ്പിൽ വൻ തീപിടുത്തം. മാത്ല സ്കൂൾ ജംഗ്ഷനിലെ റിറ്റ്സി ഫർണിച്ചർ ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത്. ദേശീയപാതയിലെ ഗതാഗതം സ്തംഭിച്ചു. ആളപായമില്ല. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. Mother Care Hospital, providing care with kindness.